വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. കൊറിയൻ മാംഗോ പാൻ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ്. കാണുന്നത് പോലെ തന്നെ അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. മക്കൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. 10 മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾ സ്കൂളിലൊക്കെ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തുനിന്നൊന്നും ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കാണ്ട് നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറാണ് ഇവിടെ എടുത്തത്. മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ്. 2 മുട്ട വേണം. നിങ്ങൾക്ക് ഇതിൻ്റെ ഡബിൾ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ഐറ്റവും ഡബിൾ എടുക്കണം. അതിനായിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 250 ml കപ്പിന് 1 കപ്പ് മൈദയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തത്. പിന്നെ അതേ കപ്പിന് തന്നെ 1 കപ്പ് പാല്, 1.5 കപ്പ് പാല് വേണം. അപ്പോൾ 1 കപ്പ് പാല് ഞാൻ എടുത്തിട്ട് അടിച്ചിട്ടാണ് പിന്നെ ഒരു അരക്കപ്പും കൂടി ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് പാൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു നുള്ളുപ്പ്, പിന്നെ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ്. കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ മധുരം ഇടാം. പിന്നെ കുറച്ച് വാനില എസൻസ്, ഒരു 2 തുള്ളി യെല്ലോ കളറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ യെല്ലോ കളറ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതി. അതെന്താ വെച്ചാൽ മാംഗോ പാൻ കേക്ക് ആയതുകൊണ്ട് ആ മഞ്ഞ കളറ് വരാനാണ്, ആ ഒരു യെല്ലോ കളറ് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതിടുന്നത്. അപ്പം കളറില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും കളറ് എന്തായാലും ചേർക്കണം കേട്ടോ. ഒരു മഞ്ഞൾപ്പൊടി എങ്കിലും ഒരു നുള്ളിട്ടാലേ ആ മാവിന് മഞ്ഞ കളർ ഉണ്ടാവുള്ളൂ. ആ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സിയിൽ സ്മൂത്തായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് ഞാനൊരു 1/2 കപ്പ് ആ മിക്സിയിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായി അത് ഒരു കയ്യിൽ വെച്ച് ഇളക്കിയെടുക്കുകയാണ്. ഇതുപോലെ ആയാൽ മതി മാവ്. അപ്പോൾ ഇനിയിപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ദോശ പോലെ ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഓരോ തവി, 1.5 തവി, അത് നിങ്ങൾക്ക് വലിപ്പത്തിനനുസരിച്ച് കുറച്ച് മാവ് കുറച്ച് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ ഞാൻ കുറച്ച് വലിയ ദോശേൻ്റെ കല്ലാണ് എടുത്തത്. അതിനനുസരിച്ച് എനിക്ക് ഒരു 1.5 തവിയൊക്കെ വേണ്ടി വരും. എന്നിട്ട് 1.5 തവി ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് മാവൊന്ന് വെറുതെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ നമുക്ക് ദോശ റെഡി ആയിട്ട് വരും. നന്നായി എന്ന് പറഞ്ഞാൽ മുകളിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം ഈ വൈറ്റ് കളറൊന്ന് ഡ്രൈ ആയിട്ട് ഒരു യെല്ലോ കളറ് വരും മാവ്. അപ്പോൾ നമുക്ക് വേഗം അതെടുത്തിട്ട് മാറ്റാം. അത്ര മതി, ഒരുപാട് വേവരുത്. കണ്ടോ, ഇതുപോലെ ആ കളറൊക്കെ വരുന്നുണ്ട്. ആ വൈറ്റ് കളർ ഇങ്ങനെ പോയിട്ട് യെല്ലോ കളറായിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്കൊന്ന് പാനിൽ നിന്ന് വിട്ട് വരുന്ന വരെ ഒന്ന് നോക്കൂ. 2 സെക്കൻഡ് മതി. പിന്നെ നമുക്ക് ഇതൊന്ന് അടർത്തിയെടുക്കാം. ഇതുപോലെ എല്ലാ കയ്യിൽ മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ദോശ ആദ്യം റെഡിയാക്കി വെക്കണം. ആദ്യം എല്ലാ ദോശയും റെഡിയാക്കിയിരുന്നത് ഞാൻ പറഞ്ഞില്ല, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ഒരു ഐറ്റമാണ്. പെട്ടെന്ന് തന്നെ നമുക്കുണ്ട്. ഈ ദോശ ഉണ്ടാക്കുന്ന ബാറ്റർ റെഡിയാക്കാം. പിന്നെ കുറച്ച് അതിലേക്ക് ഇൻഗ്രീഡിയൻസിന് ചെറിയൊരു ഇതുണ്ട്, അത്രയേ ഉള്ളൂ. വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരുപാട് കുക്ക് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ എല്ലാ കയ്യിലും ഞാൻ മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ദോശ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര മാവ് കൊണ്ട് എനിക്കൊരു 7 ദോശ ചുട്ടെടുക്കാൻ പറ്റി. പിന്നെ അതിലേക്ക് വേണ്ടത് മാങ്ങയാണ്. നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ എടുക്കാൻ നോക്കുക. നല്ല നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. സ്ക്വയറിൽ വേണമെങ്കിൽ സ്ക്വയറിൽ കട്ട് ചെയ്യാം. ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചത്. അങ്ങനെ 7 ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീമാണ് അതിന് വേണ്ടത്. വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വിപ്പിംഗ് ക്രീം തണുപ്പ് പോവാണ്ടിരിക്കാൻ ഞാൻ കുറച്ച് ഐസിൻ്റെ മുകളിലേക്ക് വെച്ചതാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീം എടുക്കുമ്പോഴേക്കും കുറച്ച് ലൂസായിട്ട് പോകും. പിന്നെ അതിലേക്കൊരു 3 സ്പൂണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡ് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിവാക്കാം. അപ്പം മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇനി ഈ ദോശേൻ്റെ ഓരോ ദോശ എടുത്തിട്ട് ഇതുപോലെ പ്ലേറ്റിലേക്ക് വെക്കുക. വിപ്പിംഗ് ക്രീം ലൂസായി പോവാതിരിക്കാൻ ഈ വെള്ളത്തിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലൂസായി പോകില്ല. ഇതുപോലെ നല്ല കണ്ടോ, അതുപോലെ നല്ല കട്ടിയായിട്ടിരിക്കും.
അപ്പോൾ ഇത് കട്ടിയായിട്ട് വേണം, അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ലൂസായി പോയിട്ട് നമുക്കിതിൽ മടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഇത് നീളത്തിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മാംഗോൻ്റെ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നീളത്തിലുള്ള ചെറിയ ചെറിയ സ്ക്വയർ പീസ് ആണെങ്കിലും കുഴപ്പമില്ല, നീളത്തിലാണെങ്കിൽ നീളത്തിൽ അതൊക്കെ നമ്മളെ ഇഷ്ടം പോലെ ചെയ്യാം. എന്നിട്ടത് മടക്കി കൊടുക്കുക. ആദ്യം ഈ സൈഡ് ഒന്നിങ്ങോട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ സൈഡത്തെ 2 ഭാഗവും ഒന്നിങ്ങോട്ട് മടക്കുകയാണ്. ഇത് വിപ്പിംഗ് ക്രീം പുറത്തേക്ക് പോകരുത്. ദോശ ചുടുമ്പോൾ നമുക്ക് ഈ ഹോളില്ലാണ്ട് ചുടാൻ ശ്രദ്ധിക്കുക. ഇനി അഥവാ ഹോളൊക്കെ വന്നു പോയാൽ നമുക്കൊന്ന് ആ കയ്യിൽ വെച്ച് ആ ഹോളൊക്കെ ഒന്ന് അടച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇതുപോലെ വിപ്പിംഗ് ക്രീം വെക്കുമ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീം പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നന്നായി ടൈറ്റ് ചെയ്തിട്ട് ഇതുപോലെ ആ സൈഡ് പിടിച്ചിട്ട് റോൾ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ പണി കേട്ടോ, ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇതുപോലെ ദോശ വയ്ക്കുക. അല്ല, ഇതുപോലെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇതുപോലെ ഒരു പണിയുമില്ല ഇതിന്. ദോശ എടുക്കുക, ദോശ മറിച്ച് നമുക്ക് സാധാരണ ചുട്ട് വെച്ച ബാക്ക് ഭാഗത്തിലാണ് നമുക്ക് ഈ ക്രീം പുരട്ടേണ്ടത്. മുകളിൽ അതായത് നമ്മൾ ദോശേൻ്റെ മുകൾ ഭാഗം തിരിച്ചിടണം. ബാക്കിലെ സൈഡിലാണ് നമ്മൾ ഈ ക്രീം വെച്ചിട്ട് വയ്ക്കേണ്ടത്. അപ്പോൾ മുകൾ ഭാഗം പുറത്തേക്കായിട്ട് വരും. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് മാംഗോ പീസ് ഇടുക. എനിക്ക് എത്ര മാംഗോ പീസ് വേണമെങ്കിലും ഇടാം കേട്ടോ. ഞാൻ ഇപ്പോൾ 2 എണ്ണേ ഇട്ടിട്ടുള്ളൂ. ചെറുതൊക്കെ ആയപ്പോൾ ഒരു 3 എണ്ണമൊക്കെ, ചിലതിലൊക്കെ 2 എണ്ണം ഇടുന്നുണ്ട്, ചിലതിൽ 3 എണ്ണമൊക്കെ ഇടും. ഞാൻ അങ്ങനെ കണക്കാക്കിയിട്ടൊന്നും ഇടുന്നില്ല. നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലൊക്കെ ഇട്ടുള്ളൂ. അതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ 2 സൈഡും മടക്കുക, നന്നായി പിടിക്കുക, പ്രസ് ചെയ്തിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. അല്ല, ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് തണുപ്പിക്കുക, എന്നാലേ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. ഞാൻ ആദ്യം തണുക്കാത്തതൊന്ന് കഴിച്ച് നോക്കി, അപ്പോൾ അത് എനിക്കൊരു വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. തണുത്തിട്ട് കഴിച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഫ്രീസറിലൊന്നും ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വെച്ചാൽ മതി, പെട്ടെന്ന് തണുക്കാൻ. അല്ലാണ്ട് ഒരുപാട് കട്ടയാവരുത് കേട്ടോ. കട്ടയായാൽ അതിൻ്റെ ടേസ്റ്റ് തീരെ അറിയില്ല. അത് നല്ല തണുപ്പ് വേണം, എന്നാലേ കഴിക്കാൻ ആ വിപ്പിംഗ് ക്രീം അലിയാതെ നല്ല അലിയാണ്ട് നമുക്ക് കഴിക്കാനും പറ്റും വിപ്പിംഗ് ക്രീം ഉള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം തണുത്തിട്ട് കഴിക്കാൻ നോക്കുക. അപ്പം നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുക. അവർ വരുമ്പോൾ കൊടുക്കുക. അപ്പോൾ നല്ല തണുപ്പും ഉണ്ടാവും. ഞാൻ എല്ലാ ദോശ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. അത്ര പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും. ഇത് ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കട്ട് ചെയ്താൽ. നമുക്ക് ഉള്ളിൽ കാണുമ്പോൾ അതിൻ്റെ മാംഗോൻ്റെ ആ യെല്ലോ കളറും പിന്നെ ആ ക്രീമിൻ്റെ ഒരു വൈറ്റും പിന്നെ യെല്ലോൻ്റെ ആ ബാറ്ററിൻ്റെ ഉള്ളിലാണ് ഇത് വരുന്നത്. അപ്പം നല്ലൊരു ഭംഗിയാണ് കാണാൻ ഇത് ഇങ്ങനെ മുറിച്ചിട്ട് വയ്ക്കുമ്പോൾ. ഇത് നമ്മൾ ഏലാഞ്ചീനൊക്കെ പോലെ തോന്നും, പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്. കണ്ടോ, ഒരു വ്യത്യസ്ത രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. നല്ല രസമാണ് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ മടക്കലൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിൽ മടക്കാം. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയ ഉള്ളു കാണാൻ. കണ്ടോ, യെല്ലോവും വൈറ്റും കൂടി നല്ല രസമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യണം എല്ലാവർക്കും ഈ വീഡിയോസ്. പിന്നെ നമ്മൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്യണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റും കൂടി ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ താങ്ക് യു.